ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ അടുത്തൊരു FSD ട്രൈ ആണ്, എക്സ്പെരിമെൻ്റ് ആണ്. ഇന്ന് ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കോൺകോഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. കോൺകോഡ് കാലിഫോർണിയയിലൊരു സിറ്റിയാണ്. കാലിഫോർണിയയിലൊരു സിറ്റിയാണ്. ഇതൊരു സെൻട്രൽ കാലിഫോർണിയയിലൊരു സിറ്റിയാണ്. ഇന്ന് ഞാൻ അവിടെ പോകുന്ന ഒരു റീസൺ ഉണ്ട്. ഇന്ന് എൻ്റെ നെഫ്യൂവിൻ്റെ ഡ്രൈവേഴ്സ് ലൈസൻസ് ടെസ്റ്റ്. ബിഹൈൻഡ് ദ വീൽ. ഇവിടെ അമേരിക്കയിൽ അതിന് ബിഹൈൻഡ് ദ വീൽ എന്ന് പറയാം. നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് തന്നെ ബിഹൈൻഡ് ദ വീൽ ടെസ്റ്റിന് പോവാണ്. ആദ്യം നമ്മുടെ ഒരു ഇനീഷ്യൽ ടെസ്റ്റ് ഉണ്ട്. ഒരു എന്ത് ടെസ്റ്റാണത്? ഇനീഷ്യൽ ഒരു ഓൺലൈൻ ടെസ്റ്റ് അല്ലേ? ലേണേഴ്സ് ലൈസൻസ് കിട്ടുക, നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് ബിഹൈൻഡ് ദ വീലാണ് നമ്മൾ ഒഫീഷ്യലി ലൈസൻസ് കിട്ടും, അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ. അപ്പോൾ അതിന് ഞങ്ങൾ അടുത്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും കിട്ടിയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ കോൺകോഡ് ഞങ്ങളുടെ സ്ഥലം ഡബ്ലിനാണല്ലോ, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ. അപ്പം ഡബ്ലിനിൽ നിന്നൊരു 30 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. ഇപ്പോൾ നോക്കിയാൽ മതി, ഇവിടെ കണ്ടില്ലേ 30 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. കുറച്ച് പോകണം അങ്ങോട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ അങ്ങ് ഇറക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ സിമിലർ വ്യൂ ആണ്, നമ്മൾ ഇന്നാളത്തേക്ക് വീഡിയോയിൽ കണ്ട പോലെ തന്നെ അടിപൊളി ഹിൽസൊക്കെ ഉള്ള വ്യൂ ആണ്. ഇപ്പം നമ്മൾ നേരെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡബ്ലിൻ തന്നെ. ആ കാണുന്ന ഹില്ലൊക്കെ ഡബ്ലിനാണ്. പിന്നെ അങ്ങോട്ട് കുറച്ചുകൂടെ നോർത്താണ്. ആ സ്ഥലമൊക്കെ സാൻഡ്രമോൺ. പിന്നെ ഇവിടുന്ന് മൗണ്ട് ഡിയാബ്ലോ കാണാം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചല്ലോ മൗണ്ട് ഡിയാബ്ലോ. ഇവിടുത്തെ ഒരു വലിയൊരു മൗണ്ടനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിൽ പോയപ്പോൾ, എൻ്റെ ഓഫീസ് സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിൻ്റെ അടുത്താണ്. അപ്പം എൻ്റെ ഓഫീസ്, ഞാൻ വർക്ക് ചെയ്യുന്ന 6th ഫ്ലോറാണ്. 6th ഫ്ലോറിൽ ആ ബിൽഡിങ്ങിൽ നോക്കിയപ്പം ഞാനിങ്ങനെ മൗണ്ട് ഡിയാബ്ലോ അവിടുന്ന് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ അത്രയും ഫീൽ ചെയ്യില്ല, പക്ഷെ അവിടുന്ന് ഒക്കെ നോക്കിയപ്പോൾ അത് വലിയൊരു മൗണ്ടനാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിപ്പം ചെറിയൊരു ട്രാഫിക്കൊക്കെ ഉണ്ട് നോക്കിയതുണ്ട്. അപ്പം നമ്മളിപ്പം ഹൈവേ മാറുവാണേ. നമ്മളിപ്പോൾ എത്ര നേരം വന്നത് 580 ആണ്. 580 വെസ്റ്റ് ആയിരിക്കും. 580 വെസ്റ്റ്. അപ്പോൾ നമ്മൾ 680 കയറുവാണ്. 680 നോർത്തിലോട്ട്. 680 നോർത്ത് എന്ന് പറഞ്ഞ ഹൈവേ സാക്രമെൻറ്റോയിലൊക്കെ പോകുന്ന ഹൈവേ ആണ്. ഇത് സ്റ്റിൽ FSDയിലാട്ടോ, ഫുൾ സെൽഫ് ഡ്രൈവിങ്ങിലാണ്. ഞാൻ ചുമ്മാ കൈ പിടിച്ചിട്ടെന്നുള്ളൂ, തന്നെ എല്ലാം എടുത്തു പോവാണ്. അല്ല, ട്രാഫിക് കുറച്ച് സ്ലോയാണ് ഇപ്പോൾ ഇവിടെ. എപ്പോഴും ഒരു ട്രാഫിക്കുള്ള ഒരു ഏരിയയാണ്. കാരണം ഇത് 2 ഫ്രീ വേകൾ മെർജ് ചെയ്യുന്ന സ്ഥലമാണ്, ഈ 580യും 680യും. എപ്പോഴും ഒരു ബോട്ടിൽ നെക്കാണ് ഈ ഏരിയയിൽ. ഇത് 2 ഡയറക്ഷനുണ്ട്. ഇപ്പോൾ നമ്മൾ 680 സാനോസേക്ക് പോവാം. നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ ഇതിനെ സാൻ ജോസ് എന്നൊക്കെ വായിക്കും. സാനോസെ എന്നാണ് ഇവിടെ അമേരിക്കയിൽ പറയുക. കാരണം അതിനൊരു സ്പാനിഷ് ഹിസ്റ്ററി ഉണ്ട് ആ പേരിന്. ഇതിപ്പം കണ്ടോ, ആ കാണുന്നതാണ് മൗണ്ട് ഡിയാബ്ലോ. ഒരു അടിപൊളിയൊരു സംഭവമാണ്. അല്ലേ ആ കാണുന്നത്? ഒരു വലിയൊരു മൗണ്ടനാണ്. അതിൻ്റെ എനിക്കൊന്ന് സ്നോ, ലൈക്ക് ചില സീസണിൽ അതിന് മുകളിൽ സ്നോ വരാറുണ്ട്. റെയറാ, അങ്ങനെ വല്ലാണ്ട് സ്നോ ഒന്നും വരാറില്ല. പക്ഷെ ആൾക്കാരൊക്കെ അതിൻ്റെ മുകളിലൊരു ഒബ്സർവേറ്ററിയും അങ്ങനെയൊക്കെ ഉണ്ട്, അതിനൊക്കെ പോകാറുണ്ട്. ഇതിപ്പോൾ ഈ ലെഫ്റ്റിലൊക്കെ കാണുന്ന നല്ല അടിപൊളി ഹിൽസ് അല്ലേ, നല്ല റോളിങ് ഹിൽസാണ്. അതിൻ്റെ മുകളിൽ കൂടെ കുറേ വീടുകളൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ ഒരു പഴയ ഏരിയ കേട്ടോ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്നത്. പണ്ടേ കുറേ വീടുകളൊക്കെ ഉള്ള വലിയ വീടുകളുണ്ട്, വലിയ മാൻഷൻസ് ഒക്കെ ഉണ്ട് മുകളിലോട്ട്. പിന്നെ അപ്പം നമ്മളിപ്പോൾ ഈ ഹൈവേയിലൂടെ ഇങ്ങനെ പോവാണ്. ഇതിപ്പോൾ റീസെൻ്റ്ലി കുറച്ച് വർക്ക് കാണുന്ന ഹൈവേ ആണ്. ഇതിപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഒരു പുതിയ ലൈനൊക്കെ ആഡ് ചെയ്തു. ഈ ലൈന് നമ്മൾ ഇവിടെ പറയുന്നത് എക്സ്പ്രസ് ലൈൻ എന്നാണ് പറയാം. ഇപ്പം വണ്ടിയിൽ 2 പേരുണ്ട്. ഞാൻ പറയാം, എൻ്റെ നെഫ്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ലൈൻ എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നോർമലി ഇതിൽ കയറണമെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ ഒരു ഫീ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ നമ്മളങ്ങ് പോവാണ്. ഇത് നോർത്തിലോട്ടാണ്, ടുവേർഡ്സ് സാക്രമെൻറ്റോ. നമ്മൾ ഒരു 13 മൈൽസ് ഇവിടെ കണ്ടില്ലേ, 13 മൈൽസ് നമ്മൾ ഈ ഹൈവേയിൽ പോകണം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു എക്സിറ്റ് എടുക്കണം. എക്സിറ്റ് എടുത്തിട്ടാണ് കോൺകോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകേണ്ടത്. പിന്നെ ഇന്നെനിക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ജോലീൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ പരിപാടിക്ക് വേണ്ടി ചാടിയതാണ്. കണ്ടില്ലേ, ഇത് കുറച്ചുകൂടി ഒരു സൈഡൊക്കെ നോക്കിയാൽ സൈഡൊക്കെ അത്രയും ഒരു ക്ലീൻ അല്ല അല്ലേ, ഒരു കുറേ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാൻ കിടക്കുവാണ്. ഈ ഒരു ലൈൻ എനിക്ക് തോന്നുന്നത് ഇതാണ് ചെയ്തേക്കുന്നത്, മറ്റേ കോൺക്രീറ്റ് അല്ല, മറ്റേതെല്ലാം കോൺക്രീറ്റ്. എനിക്കിന്ന് പുതിയതായിട്ട് ആഡ് ചെയ്ത ഒരു ലൈനാണ്.
ഇവിടുത്തെ ഒരു ലോക്കൽ ബസ്സാട്ടോ. ഈ പോകുന്നതൊരു ലോക്കൽ ബസ്സാണ്. ഇവിടെ ഇങ്ങനെ ലോക്കൽ ബസ്സുകളുണ്ട് ഇഷ്ടംപോലെ. പക്ഷേ എന്ന് വെച്ചാൽ അത്ര കൺവീനിയൻ്റ് അല്ല ഇവിടുത്തെ ഈ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ. നമുക്ക് ട്രെയിനുണ്ട് ഇവിടുന്ന് സാൻ ഫ്രാൻസിസ്കോയിലോട്ട്. അതൊരു കുറച്ചുകൂടെ കൺവീനിയൻ്റ് ഓപ്ഷനാണ്. ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ട്രെയിനാണ് യൂസ് ചെയ്യാറ്. ഇതിപ്പം ട്രാഫിക്ക് മെല്ലെ പിക്ക് ചെയ്ത് വരുന്നേ ഉള്ളേ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 2:15 2:18 18 PM ആണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് ഈ റോഡൊക്കെ നമ്മളീ പോകുന്ന ഡയറക്ഷനിൽ നല്ല ട്രാഫിക് ആയിരിക്കും. അപ്പം പിന്നെ ഭയങ്കര ഹാർഡായിരിക്കും. കുറച്ചുകൂടി ടൈം നേരെ ഡബിൾ ആവും ചിലപ്പം. ഇതിപ്പോൾ നമ്മൾ ഇപ്പം സാൻഡർമോൺ എന്ന് പറഞ്ഞ സ്ഥലമെത്തി. നമ്മൾ ഡബ്ലിൽ നിന്ന് സാൻഡർമോണിലോട്ട് കയറി. സാൻഡർമോൺ നമ്മളെ കുറേ മലയാളികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഞാൻ വിചാരിച്ചത് നമ്മളൊരു വീഡിയോയും കൂടെ അവിടെ ചെന്നിട്ട് ചെയ്യാമെന്നാണ്. പക്ഷേ ഒരു അടിപൊളി ഒരു സാധനം പോകുന്നുണ്ട് നമ്മുടെ സൈഡിൽ കൂടെ. ഇത് ഏതാ ഫെറാറിയാണ് സാധനം. എനിക്ക് ഏതാ മോഡൽ എന്നറിയില്ല. ഒരു റെയർ കളറാണ് അല്ലേ. ഫെറാറീൻ്റെ നമ്മൾ നോർമലി എല്ലാം റെഡും യെല്ലോയൊക്കെയാണ്. പക്ഷേ ഇതൊരു യുണീക്ക് കളറുമാണ് ഫെറാറീൻ്റെ. പോയതാട്ടോ. ഇപ്പോൾ നമ്മളിവിടെ ഈ കാലിഫോർണിയയിൽ സമ്മറൊക്കെ ആയി കഴിയുമ്പോഴത്തേനും അത്യാവശ്യം നല്ല വെതറാണ്. നമുക്ക് ഗ്ലാസും അങ്ങനത്തെ എല്ലാം മൊത്തത്തിൽ തുറന്നിട്ടങ്ങ് നമുക്ക് ഓടിക്കാൻ നല്ലൊരു രസമാണ് ആൾക്കാരൊക്കെ. നമുക്കൊന്നും അധികം ടൈമില്ല ഇങ്ങനെ ചെയ്യാൻ. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ മാക്സിമം എൻജോയ് ചെയ്യാം ലൈഫ്. ഇതിപ്പോൾ നമ്മൾ എക്സിറ്റ് എടുക്കാൻ പോവാം. കണ്ടോ, കോൺകോർഡ് അല്ല എക്സിറ്റ്. ഓരോ എക്സിറ്റ് ഇവിടെ ഇങ്ങനെ എഴുതും ഏതാണ് അവന്യൂ എന്നോ ഏതാണ് റോഡും. ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് കോൺകോർഡ് അവന്യൂ. കണ്ടോ, എക്സിറ്റ് നമ്പർ 52. ഓക്കെ, എക്സിറ്റ് എടുക്കുവാണ്. ഇത് പെട്ടെന്ന് തന്നെയാണ് സ്ഥലം എത്തുന്നത്. നമ്മൾ സാൻഡർമോണിൽ കൂടെ ഇങ്ങനെ പിന്നെയും പോയിക്കൊണ്ടിരിക്കുക. സാൻഡർമോൺ അത്യാവശ്യം ലോങ് ആട്ടോ. ഇങ്ങനെ നമ്മൾ ഈ റോഡിൽ പോകുമ്പം സൗത്ത് ടു നോർത്താണ് നമ്മൾ പോകുന്നത്. സാൻഡർമോൺ അത്യാവശ്യം വലിയൊരു സിറ്റിയാണ്. ഇപ്പം നമ്മൾ സൈഡിൽ കൂടെ കണ്ടില്ലേ, ഇവിടെ ചെറിയൊരു ഡൗൺ ടൗൺ എന്ന് ചെറുതായിട്ട് ഡൗൺ ടൗൺ ഉണ്ട് കേട്ടോ. സാൻഡർമോൺ ഡൗൺ ടൗൺ എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്. പക്ഷെ എന്നാലും വലിയൊരു ഡൗൺ ടൗൺ ഒന്നും അല്ല സാൻഡർമോൺ. ഒരു കുറച്ചുകൂടെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. ആൾക്കാർക്ക് അവിടെ താമസിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല വീടുകളും പിന്നെ നല്ല സ്കൂളുകളാണ്. സാൻഡർമോണിൽ എനിക്ക് തോന്നുന്നത് എല്ലാ സ്കൂൾ ഡിസ്ട്രിക്ട്സും ഭയങ്കര റേറ്റിംഗ് ഉള്ളതാണ്. അപ്പോൾ ആൾക്കാരൊക്കെ കുറേ അങ്ങനെ റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കോവിഡ് ടൈമിലൊക്കെ ഇങ്ങോട്ട്. ഇവിടെ കണ്ടില്ലേ മുകളിലോട്ടുള്ള മലകളും. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്നത്, ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എനിക്കൊന്ന് ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ, ഞാനിങ്ങനെ ഫോൺ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന്. ഫോൺ വെച്ചിട്ടല്ല, ഞാൻ ഒരു റെയ്ബാൻ മെറ്റ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. പുതിയൊരു ഡിവൈസാണ്, ഇപ്പം മാർക്കറ്റിൽ അവൈലബിളാണ്. ഞാൻ മെറ്റയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ കുറച്ച് ഏർലി കിട്ടിയതാണ് ഈ ഡിവൈസ്. അപ്പോൾ ഈ ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൂളിംഗ് ഗ്ലാസ് ആണ്. നമ്മുടെ നാട്ടിലത്തേക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് സാധനമാണ്. കണ്ടു കഴിഞ്ഞാൽ അതേപോലെ ഞാനൊരു വീഡിയോ അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ എടുത്തിട്ടൊരു വീഡിയോ ഇടാം ഒരു ദിവസം. അപ്പോൾ നമ്മൾ നോർമലി ഞാനിപ്പോൾ ഇത് കണ്ണിൽ വെച്ചേക്കുവാണ്. കണ്ണിൽ വെച്ചിട്ടൊരു ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കൺവീനിയൻ്റാണ്. നമുക്കിതിങ്ങനെ വേറെ പ്രത്യേകിച്ചേ നമ്മൾ കാര്യമായിട്ട് എഡിറ്റിങ്ങോ ഒന്നും ചെയ്യുന്നില്ല. നമ്മളിത് വെച്ച് അങ്ങ് റെക്കോർഡ് ചെയ്യുന്നു. നമ്മൾ പ്രിറ്റി മച്ച് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ FSD ആണല്ലോ. FSD ആകുമ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക്. അപ്പോൾ നമ്മൾ ഈ സൈഡിലോട്ട് നോക്കുന്നതും കാണുന്നതും കാര്യങ്ങളൊക്കെയാണ് നമ്മളത് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ കാണുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും കാണാം. അതിൻ്റെ ക്വാളിറ്റി എനിക്ക് തോന്നുന്നത് കുറച്ച് അത്രയ്ക്ക് നമ്മളിപ്പോൾ ഹ്യൂമൺ ഐസ് കാണുന്നതിൻ്റെ അത്രയൊരു സംഭവം ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ എന്നാലും കുറേയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്ഥലങ്ങളും എല്ലാം നമുക്ക് കാണാമല്ലോ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ് നമ്മളിപ്പോൾ സാൻഡർമോൺ ക്രോസ് ചെയ്തു. ഇതിപ്പോൾ അടുത്ത സിറ്റിയാണ്. ഈ സിറ്റീൻ്റെ പേര് ഡാൻവിൽ എന്നാണ്. ഡാൻവിൽ. നമ്മൾ ഓരോ സിറ്റികൾ ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം സംഭവിച്ചു. കാരണം നമ്മൾ ഡബ്ലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പം നമ്മളൊരു അലമേഡ കൗണ്ടിയിലായിരുന്നു. അലമേഡ കൗണ്ടി എന്ന് പറഞ്ഞാൽ അലമേഡ ജില്ല, നമ്മുടെ ഇപ്പം നാട്ടിലെ ജില്ല എറണാകുളം, തൃശ്ശൂർ എന്നൊക്കെ പറയില്ലേ. ഇവിടെ കൗണ്ടി എന്ന് പറഞ്ഞ ജില്ലയാണ്. അപ്പോൾ നമ്മൾ കൗണ്ടി ക്രോസ് ചെയ്തു. ഈ കൗണ്ടീൻ്റെ പേര് കോൺട്രാ കോസ്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മളല്ലേ ഒരു ജില്ല ക്രോസ് ചെയ്യണമെങ്കിൽ കുറേ ടൈം എടുക്കുമല്ലോ. ഇവിടുത്തെ റോഡ്സൊക്കെ എനിക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയതുകൊണ്ട് നമ്മൾ ഈ മൾട്ടിപ്പിൾ
ജില്ലകൾ പെട്ടെന്ന് ക്രോസ് ചെയ്യും. അപ്പം കുറച്ച് എനിക്കൊന്ന് ട്രാഫിക്കൊക്കെ ആയി തുടങ്ങി. ഡാൻവില്ലും അത്യാവശ്യം ഒരു പോപ്പുലർ സ്ഥലമാണ് കേട്ടോ. ഡാൻവിൽ ഇവിടെ വലിയ മാൻഷൻസും അങ്ങനത്തെ കുറേ വീടുകളുണ്ട്. പിന്നെ ഡാൻവില്ലൊരു ഡൗൺ ടൗൺ ഉണ്ട്. ഡൗൺ ടൗൺ ഒരു പ്രോപ്പർ ഡൗൺ ടൗൺ തന്നെയുണ്ട്. ഡൗൺ ടൗൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സിറ്റി, ഷോപ്സും അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു ഏരിയ, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ള. ഞാൻ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ. അവിടെ നല്ല 1-2 റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. നല്ലൊരു മെഡിറ്ററേനിയനും അങ്ങനെ പല ക്യൂസീൻസൊക്കെ ഉണ്ട്. അല്ല, ഇപ്പം ചെറുതായിട്ട് ട്രാഫിക് ആയി തുടങ്ങി. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ട്രാഫിക്കിൻ്റെ റീസൺ എനിക്ക് തോന്നുന്നത് ഇവിടെ തൊട്ടടുത്തൊരു സിറ്റി ഉണ്ട്, വാൾനട്ട് ക്രീക്ക് എന്ന് പറയേ. ഇപ്പോൾ നമ്മുടെ ഇതൊന്നും പോലെയല്ല, ഈ ഡബ്ലിനും സാൻ റമോണൊന്നും പോലെയല്ല. അത് കുറച്ചുകൂടി ഒരു പ്രോപ്പർ സിറ്റിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ വലിയ ബിൽഡിങ്സും അങ്ങനെയൊക്കെ ഉള്ളതല്ലേ പറയുന്നത്. ഇത് അങ്ങനത്തെ കുറച്ചുകൂടെ ഒരു വലിയ സിറ്റിയാണ് വാൾനട്ട് ക്രീക്ക്. ഇവിടുത്തെ ഒരു നെയ്ബറിംഗ് ആയിട്ടുള്ള അത്യാവശ്യം വലിയ ഷോപ്സും അങ്ങനെ ഷോപ്പിംഗ് മോൾസും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ വാൾനട്ട് ക്രീക്ക്. ഇവിടെ കണ്ടില്ലേ, ഈ ഏരിയ ഒക്കെ ആകുമ്പോഴത്തേനും കുറച്ചും കൂടി ഒരു ഗ്രീനറി വന്നു. ഇപ്പം ലെഫ്റ്റിലൊക്കെ കണ്ടില്ലേ, ആ ഹിൽസൊക്കെ ഒക്കെ കുറച്ചുകൂടെ ഒരു ഗ്രീൻ കവറിങ് ആയി. ഇത് ഏരിയൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. നമ്മൾ അവിടുന്ന് ഇപ്പം ഡബ്ലിൻ ഏരിയയിൽ നിന്ന് ട്രൈ വാലി എന്നൊക്കെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഇവിടേക്ക് എത്തുമ്പോഴത്തേനും കുറച്ചും കൂടി ഈ റൈറ്റ് സൈഡിലെ ഹില്ല് ഫുൾ ഗ്രാസിയാണ്, കുറച്ചുകൂടെ ഡ്രൈ. ലെഫ്റ്റ് സൈഡിൽ അത്യാവശ്യം നല്ല പച്ചപ്പൊക്കെ ഉള്ള ഒരു ഹിൽസാണ്. ആ ലെഫ്റ്റ് സൈഡിലെ ഹിൽസിൽ നമുക്ക് ശ്രദ്ധിച്ചത്, ഈ വീഡിയോയിൽ ക്ലിയർ ആണെന്ന് അറിയില്ല, കുറേ വലിയ വീടുകളുണ്ട്, മാൻഷൻസ്. ഇവിടെ മാൻഷൻസ് എന്നാണ് പറയുക. ഈ വലിയ ഒരു 5,000 or 6,000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള വീടുകളുണ്ട്. അപ്പോൾ അതിന് പൊതുവേ അങ്ങനെ പറയുക. അപ്പോൾ അങ്ങനത്തെ കുറേ വീടുകളുണ്ട് അവിടെ ഈ മലേൻ്റെ ഉള്ളിൽ. മലേൻ്റെ അങ്ങോട്ട് പോകണമെങ്കിൽ കുറച്ചിങ്ങനെ ചലഞ്ചിങ് ആയിരിക്കും. ഇപ്പം ആ ഒരു എക്സിറ്റ് ഒക്കെ കാണുന്നില്ല അവിടെയൊക്കെ. അപ്പോൾ ആ എക്സിറ്റ് ഒക്കെ എടുത്ത്, അപ്പം ഇത് വേറൊരു സിറ്റിയായി. ഡാൻവിൽ കഴിഞ്ഞിട്ട് ആലമോ എന്ന് പറഞ്ഞ സിറ്റിയാണ്. ഈ ആലമോ സിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എനിക്കൊന്ന് റീസെൻ്റ്ലി US ന്യൂസിൻ്റെ എങ്ങാണ്ട് ഒരു സർവേ ഉണ്ടായിരുന്നേ. അതിലെനിക്ക് തോന്നുന്നത് US-ലെ ടോപ്പ് 5 സേഫസ്റ്റ് സിറ്റി ടു ലീവ് എന്നോ അങ്ങനെയാണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നേ. ആ ലിസ്റ്റിൽ ആലമോ ഉണ്ടായിരുന്നു. ആലമോ എനിക്കൊന്ന് വൺ ഓഫ് ദോസ് ടോപ്പ് 5 സിറ്റീസ് ആണ്. ടോപ്പ് 5 ടോപ്പ് 10 ഡാൻവിലും അതുപോലത്തെ ഒരു സിറ്റിയാണ്. ഡാൻവിലും ഭയങ്കര സേഫ് നെയ്ബർഹുഡാണ്. ആൾക്കാർക്ക് സേഫ്റ്റി മെയിനായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താണ്, ഗൺ വയലൻസോ പിന്നെ ഓട്ടോ തെഫ്റ്റോ അങ്ങനെ പല ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ. അതൊക്കെ വെച്ചൊരു സേഫ് ഏരിയ ആണ്. അത് നമ്മളിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. കാരണം മൊത്തത്തിലൊരു വേറെ ഒന്നുമില്ല ഇവിടെ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ കടകളോ ഒന്നും കാര്യമായിട്ടില്ല. ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ വീടുകളാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പം ആലമോ കഴിയാറായി. ആലമോ കഴിഞ്ഞിപ്പം ഇതിപ്പോൾ നമ്മൾ വാൾനട്ട് ക്രീക്കിലോട്ട് കയറുവാണ്. വാൾനട്ട് ക്രീക്ക് സിറ്റി ലിമിറ്റ്. അവിടെ നമ്മളൊരു ബോർഡ് കണ്ടായിരുന്നു, അത് വീഡിയോയിൽ വന്നോന്ന് എനിക്കറിയില്ല. നമ്മൾ ഓരോ സിറ്റിയിലോട്ട് എൻ്റർ ചെയ്യുമ്പം നമ്മളിപ്പോൾ ഏത് റോഡിലാണെങ്കിലും ഒരു ബോർഡ് ഉണ്ടാവും. എൻ്ററിങ് എന്നാണോ പറയുക, അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. എൻ്ററിങ് ആ സിറ്റി ലിമിറ്റ്. പിന്നെ അവിടുത്തെ ഒരു പോപ്പുലേഷനും ആൾട്ടിറ്റ്യൂഡും എഴുതുന്നു എനിക്ക് തോന്നുന്നു. ഇങ്ങനെ 2 ഇൻഫർമേഷനാണ് കൊടുക്കുക. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല വാൾനട്ട് ക്രീക്ക്. എനിക്ക് വാൾനട്ട് ക്രീക്കിൽ അത്യാവശ്യം നല്ലൊരു പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ വലിയ ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇവിടെ ഇപ്പം മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈസർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വലിയൊരു നെറ്റ്വർക്കാണ്. ഇപ്പം കൈസറിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട്. കൈസറിൻ്റെ ഹോസ്പിറ്റൽ ഇവിടെ തന്നെയാണോ, ഈ ഒരു റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം, ഹൈവേൻ്റെ സൈഡിൽ തന്നെയാണ്. പിന്നെ വേറൊരു ഹോസ്പിറ്റലുള്ളതെന്ന് പറഞ്ഞാൽ ജോൺ മുയർ എന്ന് പറഞ്ഞ വലിയൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഞങ്ങളുടെയൊക്കെ ഏരിയയിൽ നിന്ന് ഇപ്പം മെയിനായിട്ട് എന്തെങ്കിലും വലിയ മെഡിക്കൽ റിക്വയർമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ സിറ്റിയാണ് ഏറ്റവും ക്ലോസസ്റ്റ് എന്ന് പറയുന്നത്. എമർജൻസിയും എല്ലാം ഇവിടെ ഉണ്ട് കുറേ. എനിക്ക് തോന്നി റൈറ്റ് സൈഡിൽ ആ കാണുന്ന ബിൽഡിങ്സ് ഒക്കെ അവിടത്തെയൊക്കെ അത് കൈസറിൻ്റെ ബിൽഡിംഗ് ആണെന്നാണ് തോന്നുന്നത്. കണ്ടില്ല, പിന്നെയും കുറച്ച് ട്രാഫിക്കൊക്കെ ആയി തുടങ്ങി. മെയിനായിട്ട് ആ സിറ്റി റിലേറ്റഡ് ആണെന്നാണ് തോന്നുന്നത്. ഇതിങ്ങനെ സ്ലോ മൂവിങ്ങാണ്, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ അപ്പോയിൻമെൻ്റ് ഉണ്ട്. DMV അപ്പോയിൻമെൻറ്റ് 3 മണിക്കാണ്. പക്ഷേ ഇത് കുഴപ്പമില്ല, നമ്മൾ 2:39 ആകുമ്പോൾ അവിടെ എത്തുമെന്നാണ് പറയുന്നത്. അതെന്താ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവിടെ ഫ്രണ്ടിലൊരു പോലീസ് ഇൻസിഡൻ്റ് ഉണ്ട്. അതാണ് റീസൺ. നമുക്ക് നോക്കാം, ക്ലോസ് ആയിട്ട് എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താ സംഭവം.
ഈ എന്താ മെയിൻ ഈ ഫ്രീ വേയിലൊക്കെ പ്രശ്നം വരാമെന്ന് പറഞ്ഞാൽ ഒരു പോലീസൊക്കെ സൈഡിലുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. മൊത്തത്തിൽ ട്രാഫിക്ക് ഭയങ്കര ഇമ്പാക്റ്റാണ് അങ്ങനത്തെ ഇൻസിഡൻ്റ് ഉണ്ടെങ്കിൽ. അതിപ്പോൾ ലെയിൻ ക്ലോസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് ആയിരിക്കും. അതിപ്പം എസ്പെഷ്യലി പീക്ക് ടൈം ആണെങ്കിൽ കുറച്ചുകൂടി ഇമ്പാക്റ്റ് വരും. ഇതിപ്പം കുഴപ്പമില്ല, അത്യാവശ്യം റിക്കവർ ആയിക്കൊണ്ടിരിക്കുവാണ്. ഇനി ഇവിടെ നിന്ന് എക്സ്പ്രസ് അതെനിക്ക് തോന്നുന്നു എന്തോ ഒരു ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഫ്രണ്ടിൽ. ഇത് കണ്ടില്ലേ, നല്ലൊരു ഏരിയ ഇത്, നല്ല കുറേ ഹിൽസൊക്കെ ആയിട്ട്. അത് കണ്ടോ അവിടെ, ആക്സിഡൻ്റ് എന്തോ ടോ ചെയ്യുവാണ് അല്ലേ അവിടെ, എന്താ എനിക്ക് തോന്നുന്നത്. കണ്ടില്ലേ ഇതിവിടുത്തെ ആ പോലീസ് ഒരു സ്പെഷ്യൽ ഇതാണ്, ഹൈവേ പെട്രോൾ എന്ന് പറയും. എനിക്ക് നമ്മുടെ നാട്ടിലുണ്ടല്ലോ അല്ലേ ഹൈവേ പെട്രോൾ പരിപാടി. ഇതിപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. നമ്മൾ നേരത്തെ പോലീസിനെ കണ്ടല്ലേ, അപ്പോൾ അവിടെ നിന്ന് ഞാൻ പിന്നെ വീഡിയോ കുറച്ചൊന്ന് റെസ്റ്റ് കൊടുത്താ. ഇതിൽ അധികം ബാറ്ററി ലൈഫ് കുറവാണേ, നമുക്ക് അധികം കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. 3 മിനിറ്റ്സേ പറ്റുള്ളൂ ഒരേ ടൈമിൽ. അപ്പോൾ 3 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പിന്നെ കുറച്ചൊന്ന് പോസ് ചെയ്താണ്. അപ്പോൾ ഇത് വാൾനട്ട് ക്രീക്കാണ്, ഞാൻ പറഞ്ഞ സിറ്റി ഉണ്ടല്ലോ, വാൾനട്ട് ക്രീക്കാണ് ആ കാണുന്നത്. ഇവിടെ കുറേ കമ്പനീസൊക്കെ ഉണ്ട്. ഇത് തന്നെ കണ്ടില്ലേ, ഈ വണ്ടി തന്നെ ഇപ്പം റൈറ്റ് ലൈനിലോട്ടൊക്കെ പോകുന്നത് കണ്ടില്ലേ, ട്രാഫിക് അനുസരിച്ച്. ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റിലത്തത് എക്സ്പ്രസ് ലൈനാണ്. അതെന്തുകൊണ്ടാണ് അത് ഭയങ്കര സ്ലോ എന്ന് എനിക്കറിയില്ല. കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ വലിയ ബിൽഡിങ്സ് ഒക്കെ കണ്ടോ. ഇതിപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ അമേരിക്കയിലാന്നൊക്കെ പറയുമ്പോഴേ, എന്നിട്ട് നമ്മൾ ജീവിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുറേ വീടുകളും ഒക്കെ ആണല്ലോ. അപ്പം നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു സിറ്റി, ഒരു അമേരിക്കൻ ഡ്രീം എന്നൊക്കെ പറയാമല്ലോ വേണമെങ്കിൽ അല്ലേ. അങ്ങനത്തെ ഇതൊരു ചെറിയൊരു സിറ്റിയാണ്. ഞാൻ പറയുന്നത് വലിയ സിറ്റീസ് ഉണ്ട്. വലിയ സിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്ത സിറ്റി എന്ന് പറയുന്നത് സാൻ ഫ്രാൻസിസ്കോ ആണ്. സാൻ ഫ്രാൻസിസ്കോ ഒരു വലിയ സിറ്റിയാണ്. നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഏത് സിറ്റിയാണ്, ഇപ്പോൾ കൊച്ചിയോ ബാംഗ്ലൂരിനേക്കാളൊക്കെ ഒരു വലിയ സിറ്റിയാണ്. പോപ്പുലേഷൻ അത്ര ഉണ്ടാവില്ലായിരിക്കും, എന്നാലും വലിയ സ്കൈ സ്ക്രൈപ്പേഴ്സും അതൊക്കെയുള്ള. ഇതത് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു മീഡിയം സിറ്റിയാണ്. അത്രയും പോപ്പുലേഷൻ ഒന്നുമില്ല, എന്നാലും കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ഒരു മേജർ ജംഗ്ഷനാണ് ഇവിടെ വാൾനട്ട് ക്രീക്ക്. വാൾനട്ട് ക്രീക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സാക്രമെൻറ്റോയിലോട്ട് പോകാൻ നോർത്ത്, വെസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു ബെർക്ക്ലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ബെർക്ക്ലി ഒക്കെ ഫേമസ് ആണല്ലോ, അങ്ങോട്ടൊക്കെ പോകാൻ ഒരു റൂട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം പോകുന്ന സ്ഥലം കോൺകോഡ് എന്ന് പറയും, കോൺകോഡിലോട്ട്. ഇതൊക്കെ ഇങ്ങനെ ഇതിൻ്റെ അഡ്ജസൻറ്റ് സ്ഥലങ്ങളാണ്. ഇതല്ല ആ പോകുന്ന വണ്ടി കണ്ടോ, അത് ഒരു ഫോക്സ് വാഗൻ്റെ ആ കാണുന്നത് ഒരു ID4 എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. എനിക്കൊന്ന് നാട്ടിലൊന്നും അധികം ഇല്ലയെന്ന് തോന്നുന്നു. അത് ഇലക്ട്രിക്കാണ് ID4. അതിവിടെ അത്യാവശ്യം കുറച്ച് പോപ്പുലറാണ് ആ വണ്ടി. ഇതിപ്പം സിറ്റീൻ്റെതായ ഒരു ട്രാഫിക്കാണ്, വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് കണ്ടില്ലേ F-150 ട്രക്കാണ്. ആ സൈഡിലുണ്ടല്ലോ ബെസ്റ്റ് ബൈ എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ടായിരുന്നു. ബെസ്റ്റ് ബൈ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇലക്ട്രോണിക്സ് ഉള്ളി ഷോപ്പാണ്. നമുക്കിപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങൾ എന്ത് വേണേലും അവിടെ പോയാൽ കിട്ടും. ഇപ്പോൾ ട്രാഫിക് കുറച്ചൊന്ന് കുറഞ്ഞു. നമ്മളിനി പെട്ടെന്ന് തന്നെ എത്തും. 5 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ അവിടെ എത്തും. അപ്പോൾ എനിക്ക് തോന്നി വാൾനട്ട് ക്രീക്കും കോൺകോഡും അപ്പം ഭയങ്കര അടുത്താണ്. 3 മൈൽസ് അല്ലേ, 3 മൈൽസിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇപ്പോൾ നോക്കാം, ഞാൻ നോക്കട്ടെ. ഇതിപ്പോൾ നമ്മൾ DMVയിൽ ഇങ്ങനെ ടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണേ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആ DMV ഏരിയ ഒക്കെ ഒന്ന് കാണിക്കാമല്ലോ ചോദിച്ചാൽ. ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. ഇത് പിന്നെ നെഫ്യൂ വെയിറ്റ് ചെയ്യുവാണ് ടെസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളതിൻ്റെ DMV ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. സംഭവം വലിയ ഭയങ്കര സംഭവമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ മാത്രമാണ് വെയിറ്റിങ്. ഞങ്ങളിങ്ങനെ ഒരു ലൈനിൽ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ലൈനിലാണ് അവർ വരുന്നത്. അവരെപ്പം വേണമെങ്കിലും വരാം. ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടല്ലേ, ഡ്രൈവേഴ്സ് ടെസ്റ്റ് റൈറ്റ് ലൈൻ, ഏരിയാസ് റെസ്ട്രിക്റ്റഡ് ടു ഡ്രൈവ് ടെസ്റ്റ് ആപ്ലിക്കൻസ് ഉണ്ടല്ലേ. എല്ലാം നല്ല ക്ലിയർ കട്ടായിട്ട് മാർക്ക്. ആദ്യം ഞങ്ങളൊന്ന് ഓഫീസിൽ ഉള്ളിൽ പോകണമായിരുന്നു, കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഒന്നിങ്ങനെ വെയിറ്റ് ചെയ്യുക. ഇവിടെ ഒരു 5 മിനിറ്റ്സായി വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ആൾ വരുമായിരിക്കും.
പിന്നെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം പ്രിറ്റി മച്ച് ഒരാൾ വന്നിട്ട് ഇവനെ ഒരു റൗണ്ട് ഓഫ് ടെസ്റ്റിന് കൊണ്ടുപോകും. അതിങ്ങനെ നോർമൽ ഡ്രൈവിംഗ് ആണ്. ഇപ്പോൾ സ്ട്രീറ്റിൽ കൂടെ നമ്മൾ റൂൾസൊക്കെ ഇപ്പോൾ ഇവിടെ കണ്ടില്ല, അവർ സ്റ്റോപ്പും സിഗ്നൽസൊക്കെ കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ്, ബേസിക് ടെസ്റ്റാണ്. അതെല്ലാം ഓക്കെ ആണെങ്കിൽ ലൈസൻസ് ഇന്ന് കിട്ടും, അല്ലെങ്കിൽ പിന്നെ അടുത്ത അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടി വരും. അങ്ങനെയാണ് ജനറലി ഇവിടുത്തെ പരിപാടി. പിന്നെ യു എസിൽ ഡ്രൈവേഴ്സ് ലൈസൻസ് അത്ര എക്സ്പെൻസീവ് അല്ല നമ്മുടെ ഈ വേറെ കൺട്രികളിലൊക്കെ പോലെ. ഇപ്പം നമ്മളിപ്പോൾ യു കെയിലും ജർമ്മനിയിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ, ദുബായിലൊക്കെ അല്ലേ. ഇവിടെ എനിക്ക് തോന്നുന്നു ഡ്രൈവേഴ്സ് ലൈസൻസിന് ഒരു $30 അങ്ങനെ കണ്ടേ ഉള്ളൂ. നാട്ടിലെയൊക്കെ ഏകദേശം സിമിലർ റേറ്റൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ അതിപ്പോൾ എന്നെ അങ്ങോട്ട് ആ ടെസ്റ്റ് അവരെന്നെ അങ്ങോട്ട് വിളിച്ചു. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കാറെന്ന് പറഞ്ഞാൽ ഈ സേഫ്റ്റി ഇതാണല്ലോ, FSD ഒക്കെ ഉള്ള ടെസ്ലയാണല്ലോ. അപ്പോൾ അത് ഡിസേബിൾ ആക്കിയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ എൻ്റെ അടുത്തത് ഫോണിൽ തിരിച്ച് ഓൺ ആക്കല്ലെന്ന് പറയാനാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാം ഇവർ ഏത് റൂട്ടിലാണ് പോകുന്നതെന്നൊക്കെ. കണ്ടല്ലേ, ഇപ്പം ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. കറക്റ്റ് അവൻ സ്റ്റോപ്പ് ചെയ്തു അല്ലേ, അത് കറക്റ്റ് ആണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. അത് നോക്കുകയാണ് വേറെ വണ്ടി വരുന്നുണ്ടോന്ന്. സോഫാർ ഗുഡാണ്, അതിനടുത്ത് പോകുന്നുണ്ട്. ഇനിയിപ്പം ബാക്കിയെല്ലാം പെർഫെക്റ്റ് ചെയ്യുവാണെങ്കിൽ എനിക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. ഇനിയിപ്പോൾ എനിക്കൊന്ന് ലെഫ്റ്റിലോട്ടാണ് എടുക്കാൻ പറയുന്നത്. എനിക്കൊന്ന് കറക്റ്റാണ്, അവൻ അവിടെ ആ ലെഫ്റ്റിലോട്ട് എടുക്കാൻ പറഞ്ഞു. ആ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടു. എടുത്തു, സ്മൂത്തായിട്ട് എടുത്തു, വലിയ കുഴപ്പമില്ല, അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നു ലൈസൻസ്. കാരണം ഇവിടെ US നമുക്ക് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നും അത്ര സ്മൂത്ത് അല്ലാത്തതുകൊണ്ടേ നമുക്ക് ഈ ലൈസൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ അപ്പോൾ ഇതാണ് DMV കേട്ടോ, നിങ്ങൾ എഴുതിയിരിക്കുന്നതല്ലേ, സ്റ്റേറ്റ് ഓഫ് കാലിഫോർണിയ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ്. ഇത് എല്ലാ മെയിൻ സിറ്റികളിലും ഉണ്ട് ഒരു DMVൻ്റെ ഒരു ഓഫീസ് ഉണ്ടാവും. ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കായിട്ട് ലൈസൻസ് റിന്യൂവലും വെഹിക്കിളിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് DMVയിലാണ് സാധനം വരിക. കുറേ കാര്യങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യാം കേട്ടോ, എന്നാലും കുറേ ആൾക്കാർ ഇങ്ങോട്ടും തന്നെ നേരെ വരും. അപ്പോൾ ഇവിടെ മോസ്റ്റ്ലി ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഇത് പോകണില്ല, ഇവിടെ വേറെ കാർ ടെസ്റ്റിന് വേണ്ടി വന്ന് കിടക്കുന്നുണ്ട്.